ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ പഠിച്ച ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ദ ടോപ്പിക് ഈസ് അസിസ്റ്റൻസ് ടു വുമൺ എന്റർപ്രണേഴ്സ്. വുമൺ എന്റർപ്രണേഴ്സിന് കൊടുക്കുന്ന സഹായങ്ങൾ കൊടുക്കുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. Entrepreneurship does not differentiate the sex. A number of facilities and assistance are offered to entrepreneurs. They are equally applied to women entrepreneurs. However, certain additional or special facilities or incentives are offered to women entrepreneurs to motivate them to bring them in the mainstream of industrial development. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ധനസഹായങ്ങൾ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് സ്ത്രീകൾക്ക് എന്ന് പ്രത്യേകതയില്ല. സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന ചില സ്കീമുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക്. കുറച്ച് അഡീഷണൽ ഫെസിലിറ്റീസും കുറച്ച് അഡീഷണൽ ഇൻസെൻറ്റീവ്സും ഒക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ദീസ് ഇൻസെൻറ്റീവ്സിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സിഡോ ആണ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. സിഡോ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് SISI, സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് SISIയുടെ ഫുൾ ഫോം. സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് conducted EDP exclusively for women entrepreneurs. EDP എന്ന് പറഞ്ഞാൽ എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. സിഡോ സ്ത്രീകൾക്ക് കുറച്ച് എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതായത് സ്ത്രീകളുടെ എന്റർപ്രണറിയൽ ടാലന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ചില ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The aim is to develop entrepreneurial traits and qualities among women and enable them to identify the entrepreneurial opportunities. ഈ SISI എന്ന് പറയുന്ന സ്ഥാപനം എല്ലാ ജില്ലയിലും ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂര് കളക്ട്രേറ്റിനടുത്ത് ഓൾറെഡി പോകുന്ന വഴിയിലെ റോഡ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലാണ് കാണുക. മദർ ഹോസ്പിറ്റൽ എത്തുന്നേക്കാൾ മുമ്പ് ഔട്ട് പോസ്റ്റ് എന്നാണ് ആ സ്റ്റോപ്പിന്റെ പേര്. അവിടെ സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കുട്ടികളെ അവിടെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ ബിസിനസ് യൂണിറ്റുകൾ ഉണ്ട്, അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും ലഭിക്കും. അവിടെ നമുക്ക് കൊണ്ടുപോയി കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറെ മുമ്പത്തെ ഒരു ബാച്ചിന്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് NSIC, ദാറ്റ് ഈസ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ. ഇതും ഹയർ പർച്ചേസ് സ്കീം ഓഫ് NSIC പ്രൊവൈഡ് preferential treatment to women entrepreneurs, while the earnest money required from the entrepreneurs for the supply of machine 20% of the value of non-backward area. It is only 15% for women entrepreneurs for machine valued up to 5 lakh. The rate of interest 12.5% up to the value of machine of rupees 5 lakh. There is also lower service charge. NSIC also conducted entrepreneurs and enterprise building programs for women. ഇനി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്മോൾ ഇൻഡസ്ട്രീസ്, എല്ലാ ഇൻഡസ്ട്രീസിനും ബാധകമായിട്ടുള്ളതാണ് IDBI. സ്മോൾ ഇൻഡസ്ട്രീസിന് ബാധകമായിട്ടുള്ളതാണ് SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇന്നലെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിച്ചു, ഇന്ന് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിച്ചു. മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു A4 ഷീറ്റിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. ലാസ്റ്റ് ഞാൻ ചോദിക്കും, ഇനി കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടി നമുക്ക് ഏതാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എഴുതി ബൈഹാർട്ട് പഠിക്കാതെ ഫുൾ ഫോം, ഷോർട്ട് ഫോം, ഇയറും എന്താണ് അവർ നൽകുന്ന ബേസിക് പർപ്പസ് എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ്. ചിലവർ മിഷനറീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക, ചിലവർ ട്രെയിനിങ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക, ചിലവർ ഫിനാൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതെന്താന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എളുപ്പമുണ്ടാവും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത്
കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്. അപ്പൊ നമ്മൾ IDBI പറഞ്ഞു, സിഡ്ബി കഴിഞ്ഞു, കൊമേഴ്സ്യൽ ബാങ്ക്സ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട്. എ നമ്പർ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഹാവ് ഇവോൾവ്ഡ് ഇൻ their own scheme of financial assistance to women entrepreneurs. The Stree Shakti package scheme of SBI provide packages of assistance to women entrepreneurs. SBI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് സ്ത്രീ ശക്തി. In this scheme, financial assistance to the extent rupees 25,000 can be extended to women entrepreneurs who, without collateral security or guarantee. അതായത് സ്ത്രീകൾക്ക് 25,000 രൂപ കൂടുതൽ, അതായത് നമുക്ക് എന്തൊരു ബാങ്കിന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കൊളാട്രൽ സെക്യൂരിറ്റി സ്ത്രീകൾക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒരുപാട് സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The consultancy wing of SBI gives guidance on the project identification and project viability. It imparts training to entrepreneurs, including women, at different locations. The program of financial assistance includes wide spectrum. Apart from setting up industrial unit, the host of activity includes the program of assistance such as repair and servicing, photocopying, dry cleaning, retail trade business, dairying, poultry farm, tailoring, embroidery. ഇതൊക്കെ സ്ത്രീകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ്. Bank of India has introduced a scheme known as Priyadarshini Yojana to help women entrepreneurs. The scheme aims at providing financial assistance to women entrepreneurs coming under specified category. Maximum loan amount is 2 lakh for long-term requirements, up to 1 lakh for working capital. നമുക്ക് ലോങ് ടേം റിക്വയർമെന്റ്സിന്, അതായത് മറ്റേ അസറ്റ്സ് മറ്റും വാങ്ങുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയും വർക്കിംഗ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപയും. അപ്പോൾ പലതരം സ്കീമുകൾ, ഇത്രയും സ്കീമുകൾ മഹിളകളെ അല്ലെങ്കിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മെഷേഴ്സ് പഠിക്കുക. ഇന്നലെ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് വുമൺ എന്റർപ്രണേഴ്സിനെ അവരുടെ ഡെവലപ്പ് ചെയ്യുന്നതിന് എടുക്കുന്ന മെഷേഴ്സ് ആണ് പഠിച്ചത്. ഇന്ന് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാതും ഒരു A4 ഷീറ്റിലേക്ക് ആക്കിയിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് അതിന്റെ ഷോർട്ട് ഫോമും ഫുൾ ഫോമും ഇയറും ഒബ്ജക്റ്റീവും കൂടി കുറിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.